പാതുവായിലെ വിശുദ്ധ അന്തോണീസ്. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇറ്റലിയിൽ തന്നെയുള്ള പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിലേക്കാണ്. റോമിൽ നിന്ന് 5.5 മണിക്കൂറും വെനീസിൽ നിന്ന് 42 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. 1232 പണി കഴിപ്പിച്ച വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയവും അതിനുള്ളിലെ കാഴ്ചകളും കാണുവാൻ ധാരാളം ഭക്തജനങ്ങളും തീർത്ഥാടകരും എത്തുന്ന ഒരു നഗരമാണ് പാതുവ. ലോകത്തെമ്പാടും ഏറെ ഭക്തജനങ്ങളുള്ള ഒരു പുണ്യവാളനാണ് വിശുദ്ധ അന്തോണീസ്. ഈ അന്തോണീസിന്റെ പേരിൽ ധാരാളം ദേവാലയങ്ങൾ, കപ്പേളകൾ, സ്കൂളുകൾ, നൊവേനകളൊക്കെ ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. ഈ പുണ്യവാളന്റെ നാമധാരികളായി ധാരാളം ആളുകൾ വേറെയും. അത്രമാത്രം ജനഹൃദയങ്ങളിൽ വണങ്ങുന്ന ഒരു പുണ്യവാളൻ വേറെയുണ്ടോ എന്ന സംശയമാണ്. നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെടുക്കുവാൻ ഇദ്ദേഹത്തിന്റെ മാധ്യസ്ഥം തേടാറുമുണ്ട്. 1195 പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ ഒരു പ്രഭു കുടുംബത്തിലാണ് ഫെർഡിനൻഡ് ജനിച്ചത്. മാതാപിതാക്കൾക്ക് ഏറെ എതിർപ്പുണ്ടായിരുന്നിട്ടും 15-ാം വയസ്സിൽ അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്ന് ഒരു വൈദികനായി. ഈ കാലയളവിൽ സഭാസ്ഥാപകനെക്കുറിച്ചും ദൈവാശ്രയത്തെക്കുറിച്ചുമൊക്കെ ധാരാളം പഠിക്കാൻ അവസരമുണ്ടായി. പിന്നീട് കോയിംബ്രായിലുള്ള ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ പഠിക്കാനും അവസരം ലഭിച്ചു. അവിടുത്തെ താമസത്തിനിടയിൽ ആഫ്രിക്കയിലെ മൊറോക്കയിൽ സുവിശേഷ ശുശ്രൂഷയ്ക്ക് പോയ 5 ഫ്രാൻസിസ്കൻ സന്യാസിനിമാരെ പരിചയപ്പെടുകയും അവരിൽ നിന്നും മൊറോക്കയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്യാൻ പോയ ചിലർ രക്തസാക്ഷികളായ കാര്യം ആ ഫ്രാൻസിസ്കൻ സന്യാസിനിമാരിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞു. തനിക്കും അതുപോലെ രക്തസാക്ഷിയാകാൻ ആ യുവവൈദികൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുകയും അന്തോണീസ് എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. ഫ്രാൻസിസ്കൻ സഭാ നിയമങ്ങൾ പഠിച്ച് മൊറോക്കയിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ അദ്ദേഹം രോഗബാധിതനാകുകയും പോർച്ചുഗലിലേക്ക് മടങ്ങുകയും ചെയ്തു. അദ്ദേഹം ഒരു മികച്ച പ്രാസംഗികനാണെന്ന് പല അവസരങ്ങളിലും അധികാരികളുടെ മുൻപിൽ തെളിയിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. കൊതിയോടെ അവ കേൾക്കുവാൻ ജനങ്ങൾ കാത്തിരുന്നിട്ടുമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അന്തോണീസിന്റെ അഗാധമായ അറിവ് ആശ്രമത്തിലുള്ളവരെ പഠിപ്പിക്കുവാനും അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. അന്യഭാഷക്കാരോട് തന്റെ ഭാഷയിൽ പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കുന്നവരുടെ ഭാഷയിൽ അവർക്കും മനസ്സിലാകുമായിരുന്നു. ഒരിക്കൽ മാർപ്പാപ്പയുടെ മുന്നിൽ ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിന് പ്രസംഗിക്കേണ്ടി വന്നു. കൂടിയിരുന്നവർ പല ഭാഷക്കാർ. എന്നാൽ അന്തോണീസിന്റെ പ്രസംഗം അവരവരുടെ ഭാഷയിൽ മനസ്സിലായി എന്നതാണ് വാസ്തവം. പ്രസംഗിക്കുക മാത്രമല്ല, ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹാപ്രതിഭ തന്നെയായിരുന്നു അന്തോണീസ്. മാനസാന്തരമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടവരുടെ അനന്തരഫലം. പകൽ സമയം മുഴുവൻ പ്രസംഗത്തിലൂടെയും കൂദാശ പരികർമ്മത്തിലൂടെയും സമയം ചിലവഴിച്ചും രാത്രിയിൽ പ്രാർത്ഥനയിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അങ്ങനെ ഒരു ഭവനത്തിൽ രാത്രി ചിലവഴിക്കുന്ന സമയത്ത് വീട്ടുടമസ്ഥൻ താക്കോൽ പഴുതിലൂടെ നോക്കിയപ്പോൾ മാതാവ് ഉണ്ണീശോയെ അന്തോണീസിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതാണ് കണ്ടത്. നിരന്തര അധ്വാനവും യാത്രയും പരിഹാര പ്രവൃത്തികളും മൂലം അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമാവുകയും രോഗബാധിതനായി തീരുകയുമുണ്ടായി. 1231 ജൂൺ 13 അദ്ദേഹം 36-ാമത്തെ വയസ്സിൽ സ്വർഗത്തിലേക്ക് യാത്രയായി. അപ്പോൾ ദേവാലയത്തിലെ മണി തന്നെ അടിച്ചുവെന്ന് പറയപ്പെടുന്നു. മരിച്ച് 1 വർഷത്തിനു ശേഷം സഭ അദ്ദേഹത്തെ വിശുദ്ധനാക്കി. എത്തിച്ചേർന്നത് വിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. അവിടെ കടന്നാൽ ഒരു മൈതാനത്തിലാണ് എത്തിച്ചേരുക. ഇറ്റലിയിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ മൈതാനമാണിത്. മൈതാനത്തിന് ചുറ്റുമായി ഒരു തോട് നിർമ്മിച്ചിരിക്കുന്നു. അതിൽ 4 പാലങ്ങളും. ഈ മൈതാനത്തിന് ചുറ്റും 74 മനോഹരമായ പ്രതിമകളും സ്ഥാപിച്ചിരിക്കുന്നു. അതും കടന്ന്
ദേവാലയം ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നാൽ ധാരാളം ട്രാമുകൾ തലങ്ങും വിലങ്ങും പായുന്നു. പ്രഭാതത്തിലെ പല വിചിത്ര കാഴ്ചകളും ഈ വഴിയോരങ്ങളിൽ കാണുവാൻ കഴിഞ്ഞു. ഇടനാഴിയുടെ രണ്ടു വശങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു തുടങ്ങിയിട്ടില്ല. ധാരാളം തീർത്ഥാടകർ ദേവാലയം ലക്ഷ്യമാക്കി നടക്കുന്നു. 1231 അന്തോണീസിന്റെ മരണത്തിന്റെ തൊട്ടടുത്ത വർഷം തന്നെ ഈ ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. തുടക്കത്തിൽ വിശുദ്ധനെ അടക്കം ചെയ്ത സ്ഥലത്ത് ഒരു ചെറിയ ദേവാലയം നിർമ്മിക്കുകയും പിന്നീട് വിശുദ്ധന്റെ ജനപ്രീതി വർദ്ധിക്കുകയും ചെയ്ത അവസരത്തിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകരെ ഉൾക്കൊള്ളുവാൻ തരത്തിൽ ഇങ്ങനെയൊരു ദേവാലയം നിർമ്മിക്കുകയായിരുന്നു. നിരവധി കൂട്ടിച്ചേർക്കലുകൾ, കാലാകാലങ്ങളിലുള്ള നിർമ്മാണ രീതികൾ എല്ലാം സമന്വയിപ്പിച്ചാണ് ഇങ്ങനെയൊരു മനോഹര ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പ്രതിവർഷം 6.5 മില്യൺ തീർത്ഥാടകർ ഇവിടം സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. നഗരത്തിലെ ഒരു പ്രധാന ആകർഷണം ഇതുതന്നെയാണ്. ദേവാലയത്തിനുള്ളിലെ ശില്പഭംഗി വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വിധം ഗംഭീരം. നേരിൽ കണ്ടവർ ഭാഗ്യവാന്മാർ എന്നു തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് മനോഹരം. മനുഷ്യന് ഇങ്ങനെയൊക്കെ ഭാവനയിൽ കാണുവാൻ കഴിയുമോ എന്ന് അതിശയിച്ചു പോകുന്നു. ഈ ഇടനാഴിയിലൂടെ മുന്നോട്ട് നടന്നാൽ വിശുദ്ധന്റെ മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്ന പേടകത്തിനു സമീപമെത്താം. എന്തോ ഇത്തവണ സന്ദർശകർക്ക് അവിടെ പ്രവേശനം അനുവദിച്ചിട്ടില്ല. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി മുന്നോട്ട് നടന്നാൽ ഇടതുഭാഗത്തെ ഭിത്തിയിൽ അന്തോണീസ് ചെയ്ത ചില അത്ഭുതങ്ങളുടെ ചിത്രീകരണം മാർബിളിൽ നിർമ്മിച്ചതു കാണാം. ജീവൻ തുടിക്കുന്ന ഈ ദൃശ്യങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ഈ സ്വർണവർണ്ണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന അൾത്താരയിലാണ് വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ കണ്ണീരോടെ അവിടെ നിന്നും പ്രാർത്ഥിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. തൻ്റെ പ്രസംഗം കൊണ്ട് അനേകായിരങ്ങളെ മാനസാന്തരപ്പെടുത്തിയ നാക്ക് ഇപ്പോഴും അഴുകാതെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു.
വിശുദ്ധന്റെ താടി, പല്ലുകൾ, തലയോട്ടിയിലെ ചർമ്മം, വിരലിന്റെ ഒരു ഭാഗം, അദ്ദേഹം ഉറങ്ങുമ്പോൾ തലയ്ക്കൽ വെച്ചിരുന്ന പാറക്കഷ്ണം, കൂടാതെ ഗെറ്റ്സമേൻ തോട്ടത്തിൽ നിന്നുമെടുത്ത കല്ല് മുതൽ ജോൺ പോൾ പാപ്പയുടെ തിരുശേഷിപ്പ് വരെ 24ഓളം വിശുദ്ധ വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധന്റെ കുർബാന കുപ്പായം. ഇത് അദ്ദേഹത്തിന്റെ ശരീരത്തോട് ഒട്ടിക്കിടന്നിരുന്ന തന്റെ സ്വന്തം കമ്പിളിക്കുപ്പായം. ഭക്തജനങ്ങൾ അതിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും നിർവൃതി അണയുകയും ചെയ്യുന്ന കാഴ്ചയാണിത്. ഈ ഇടനാഴിയിലൂടെ മുന്നോട്ടു നടന്നാൽ ദേവാലയത്തിന്റെ വലതുഭാഗത്തെത്താം. അവിടെ വിശുദ്ധ കുർബാന ഇടതടവില്ലാതെ നടക്കുന്നുണ്ട്. പ്രധാന അൾത്താരയിലെ തൂങ്ങപ്പെട്ട രൂപത്തിന്റെ താഴെ പരിശുദ്ധ കന്യകാമറിയവും വശങ്ങളിലായി വിശുദ്ധ ഫ്രാൻസിസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും ശില്പങ്ങൾ. ശില്പഭംഗി കൊണ്ടും നിർമ്മാണത്തിലെ വൈവിധ്യം കൊണ്ടും ഏതൊരാളിലും അത്ഭുതം ജനിപ്പിക്കുന്നവയാണ് ദേവാലയത്തിന്റെ ഓരോ ഭാഗവും. പരിശുദ്ധ കുർബാന പ്രധാന അൾത്താരയിൽ നടക്കുന്നതുകൊണ്ടാവാം ഇവിടെ നിത്യാരാധന അൾത്താരയ്ക്ക് സമീപം ആൾത്തിരക്ക് അധികം കാണാൻ കഴിഞ്ഞില്ല. തിരികെ പോരുവാൻ മനസ്സു വരുന്നില്ല ആർക്കും. യൂറോപ്പിലെ യാത്രകൾക്ക് സമയനിഷ്ഠ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇവിടെ നിന്നും 135 കിലോമീറ്റർ അകലെയുള്ള മോണ്ടിച്ചിയാരി എന്ന സ്ഥലത്തെ റോസാമിസ്റ്റിക്ക മാതാവിന്റെ ദേവാലയത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് എത്തുകയും കുർബാനയർപ്പിക്കുകയും വേണം. പക്ഷേ പാതുവായിലെ അന്തോണിസിന്റെ ദേവാലയം കൊതിതീരെ കാണുവാൻ പറ്റിയില്ല എന്ന്
എല്ലാവരും സങ്കടം പറയുന്നുണ്ടായിരുന്നു. 3 തവണ സന്ദർശിച്ച എനിക്കൊന്നും ആസ്വദിച്ച് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ 3-4 മണിക്കൂർ മാത്രം ചിലവഴിച്ചവർക്ക്. അടുത്തതിൽ മോണ്ടിച്ചിയാരിയിലെ റോസാ മിസ്റ്റിക്ക മാതാവും അവിടുത്തെ കാഴ്ചകളും.